നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാക്കുകളിൽ നിറയുന്ന സംശുദ്ധിയും കാലം കോർത്തിണക്കിയ കരകൗശല വിദ്യകളും പെണ്ണഴകിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ഡയമണ്ട്സിനല്ലാതെ മറ്റാർക്കും നൽകാനാവില്ല. കേരള ഡിസൈൻ പണിക്കൂലി 2.5% മുതൽ, ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, ആന്റിക് ടർക്കിഷ് ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ. Redefining elegance, crafted with traditional Amia Golden Diamonds, Bypass Road, Chamat. വാർത്തകൾ വിശദമായി. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ അമ്മയ്ക്കും മകൾക്കും ചികിത്സ നിഷേധിച്ച സംഭവത്തിൽ ഡോക്ടർക്കെതിരെ ജില്ലാ മെഡിക്കൽ ഓഫീസർ റിപ്പോർട്ട് നൽകി. ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കാണ് DMO റിപ്പോർട്ട് കൈമാറിയത്. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി സൂപ്രണ്ടും RMOയും ഡോക്ടറും നൽകിയ വിശദീകരണവും CCTVയും പരിശോധിച്ചതിൽ നിന്നും ഡോക്ടർ വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. റിപ്പോർട്ടിൽ ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ശുപാർശയും ഉള്ളതായാണ് അറിവ്. കഴിഞ്ഞ ഫെബ്രുവരി 28 രാത്രി 10 മണിയോടെ കുമ്മണ്ണ ക്ഷേത്രത്തിന് സമീപം ഓട്ടോറിക്ഷ തലക്കീഴായി മറിഞ്ഞ് പരിക്കേറ്റ AR നഗർ സ്വദേശി ഉഷ, മകൾ നിധാന എന്നിവർക്കാണ് ചികിത്സ നിഷേധിച്ചത്. രാത്രി 10:48 മുതൽ 11:17 വരെ താലൂക്ക് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ വേദന സഹിച്ചു നിന്നിട്ടും ഒരു ചികിത്സയും ഇവർക്ക് നൽകിയിരുന്നില്ല. അവസാനം ഡോക്ടറോട് തർക്കിച്ച് ഇവർ ഇറങ്ങിപ്പോരുന്ന ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നിരുന്നു. 8 വർഷത്തിലധികമായി തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഈ ഡോക്ടർക്കെതിരെ നേരത്തെയും നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അന്നെല്ലാം CCTV തകരാറും തെളിവുകളും അഭാവവും ചൂണ്ടിക്കാട്ടിയാണ് രക്ഷപ്പെട്ടത്. എന്നാൽ ഇത്തവണ കൃത്യമായി CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് നടപടിക്ക് ശുപാർശ ചെയ്യാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർബന്ധിതരായത്. അമ്മയ്ക്കും മകൾക്കും ചികിത്സ നിഷേധിച്ചതിനെതിരെ തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് UA റസാഖ് നൽകിയ പരാതിയിൽ മുഖ്യമന്ത്രി അന്വേഷണത്തിനും നടപടി സ്വീകരിക്കുന്നതിനും ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിലാണ് ഡോക്ടർക്കെതിരെ ഗുരുതര കണ്ടെത്തലുകൾ ഉള്ളത്. വിഷയത്തിൽ നടപടി ഉണ്ടാകുന്നതുവരെ പോരാട്ടം തുടരുമെന്നും ആരോഗ്യവകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ കോടതിയെ സമീപിച്ച് നീതി ലഭിക്കുന്നതുവരെ പോരാടാനാണ് യൂത്ത് ലീഗിന്റെ തീരുമാനമെന്നും യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് UA റസാഖ് പറഞ്ഞു. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ രോഗിക്ക് അത്യാഹിത വിഭാഗത്തിൽ രോഗിക്ക് ചികിത്സ നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ DHSന് ഡോക്ടർ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിച്ചതായി അറിഞ്ഞു. കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ ഈ ആൾമാറാട്ടം, ഭാര്യയ്ക്ക് പകരം ഭർത്താവ് ജോലി ചെയ്ത ഒരു സംഭവം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. തീർച്ചയായും അതിലും ഇത്തരത്തിൽ ഡോക്ടർ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി ഈ റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും അതിലൊന്നും നടപടികൾ വന്നിരുന്നില്ല. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ കുറ്റക്കാരായ ഡോക്ടർമാർക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ തീരുമാനം. ഈ വിഷയത്തിൽ യൂത്ത് ലീഗ് നിരന്തരം സമരങ്ങൾ നടത്തി വരുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത ദിവസവും ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ ഉണ്ടായില്ലെങ്കിൽ സമരരംഗത്ത് സജീവമാകാൻ തന്നെയാണ് യൂത്ത് ലീഗിന്റെ തീരുമാനം. ഇനിയും ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഇതുപോലെ ജനദ്രോഹപരമായ നടപടികൾ ഉണ്ടാകുന്ന പക്ഷം ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കാനാണ് യൂത്ത് ലീഗ് ആലോചിക്കുന്നത്. ജനങ്ങൾ അത്രക്ക് പൊറുതിമുട്ടിയ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു നടപടി, ഡോക്ടർമാർക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കുന്നത് വരെ യൂത്ത് ലീഗ് മുന്നോട്ട് പോകും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്.